ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ K3 സൈക്കോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതും ഇനി വരാൻ ചാൻസ് ഉള്ളതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഞാൻ ഈ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ PYQs ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇതുപോലെ തന്നെ വരും എന്നുള്ളതല്ല, പക്ഷേ ഈ ഒരു ഏരിയ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ഈ ഒരു ഏരിയയിൽ നിന്നും ഇനിയും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള എക്സാമിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. സോ ഈ ഒരു സെഷൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഫുൾ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിലോട്ട് പോവാം. നമുക്ക് സമയം കളയാതെ തന്നെ ആദ്യത്തെ ക്വസ്റ്റിലോട്ട് പോവാം. പക്ഷെ ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് തന്നെ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ടാണ്. അതായത് വൈഗോട്സ്കി, ഞാൻ എപ്പോഴും പറയുന്നതാണ്, എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്ന കാര്യം തന്നെയാണ്. വൈഗോട്സ്കി എന്ന് പറയുമ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണെന്നുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ തിയറിൻ്റെ പേര് തന്നെ എന്താണ്? തിയറി ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അല്ലേ? തിയറി ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ്. അപ്പോൾ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീൻ പിയാഷയും ബ്രൂണറൊക്കെ ആണെങ്കിൽ അവർ കൺസ്ട്രക്റ്റിവിസം എന്നുള്ളൊരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് കുട്ടികൾക്ക് സ്വന്തമായിട്ട് നോളജ് കൺസ്ട്രക്ട് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ വൈഗോട്സ്കി പറയുന്നത് അങ്ങനെ സ്വന്തമായിട്ട് നോളജ് കൺസ്ട്രക്ട് ചെയ്യാനുള്ളൊരു കഴിവല്ല, പക്ഷേ ത്രൂ സോഷ്യൽ ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ ത്രൂ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ത്രൂ ഇൻട്രാക്ട് വിത്ത് മോർ നോളജബിൾ അതർ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ് നമ്മുടെ വൈഗോട്സ്കിയുടെ തിയറി ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ഞാൻ പറയാം. ആ ടേംസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എക്സ്പ്ലെയിൻ ചെയ്താലും നമുക്ക് അതിന് മാത്രം ഒരു ക്ലാസ് ആയിട്ട് വേണ്ടി വരും. ഓരോന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷേ അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കണം. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോന് താഴെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തിയറിൻ്റെ പേര് തന്നെ തിയറി ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ്. സോ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അല്ലേ? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ്. രണ്ടാമത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ZPD അല്ലേ? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ആണ് ZPD എന്ന് പറയുന്നത്. അത് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതും നമ്മുടെ വൈഗോട്സ്കി ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അടുത്തതാണ് സ്കാഫോൾഡിങ്. ഓക്കെ, സ്കാഫോൾഡിങ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ അദ്ദേഹം മെയിനായിട്ട് പറഞ്ഞൊരു കാര്യമാണ് സ്കാഫോൾഡിങ് എന്നുള്ളത്. സ്കാഫോൾഡിങ് എന്താ? ഒരു കൈത്താങ്ങാണ്. അതായത് കുട്ടികൾക്ക് ഡയറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതല്ല, ചെറിയ രീതിയിലുള്ള പ്രോംപ്റ്റും ക്യൂസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതായത് ചെറിയ രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്ത് അവർ സ്വന്തമായിട്ട് തന്നെ ചെയ്യാനായിട്ട് ഒരു പുഷ് കൊടുക്കുന്ന ഒരു രീതിയാണ് സ്കാഫോൾഡിങ് എന്ന് പറയുന്നത്. പിന്നെ നാലാമത്തെ കാര്യമാണ് പ്രൈവറ്റ് സ്പീച്ച് അല്ലെങ്കിൽ ഇന്നർ സ്പീച്ച് അല്ലേ? പ്രൈവറ്റ് സ്പീച്ച് അല്ലെങ്കിൽ ഇന്നർ സ്പീച്ച്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിന് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ പ്രൈവറ്റ് സ്പീച്ച് പറഞ്ഞു, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് പറഞ്ഞു. അടുത്ത കാര്യമാണ് MKO. എന്താണ് MKO എന്ന് പറയുന്നത്? മോർ നോളജബിൾ അതർ ആണ് അല്ലേ? മോർ നോളജബിൾ അതർ, നമ്മളെക്കാളും വിവരം കൂടിയൊരു വ്യക്തി. ഓക്കെ, നമ്മളെക്കാളും നോളജ് ഉള്ള ഒരു വ്യക്തി. അപ്പോൾ ആ ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഓരോ കാര്യങ്ങൾ നോളജ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിലൂടെയാണ് നമുക്ക് നോളജ് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ വൈഗോട്സ്കി പറയുന്നത്. പിന്നെ ഏഴാമത്തെ കാര്യം MKO നമ്മൾ പറഞ്ഞു. അടുത്ത കാര്യം എന്ന് പറയുന്നത് കൾച്ചറൽ ടൂൾസിന് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കൾച്ചറൽ ടൂൾസ് അല്ലേ? കൾച്ചറൽ ടൂൾസ് അല്ലെങ്കിൽ കൾച്ചറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കൾച്ചറും കൂടെ അവിടെ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യം, അങ്ങനെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അടുത്ത കാര്യമാണ് കൊളാബറേറ്റീവ് ലേണിംഗ് അല്ലേ? കൊളാബറേറ്റീവ് ലേണിംഗ്, ഒരു ലക്ഷ്യം, ഒരു സ്പെസിഫിക് ഗോളിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതിയാണ് കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. അത് പറയുന്നുണ്ട്. പിന്നെ ഒൻപതാമത്തെ റെസിപ്രോക്കൽ ടീച്ചിങ്. എന്താണ്? റെസിപ്രോക്കൽ ടീച്ചിങ്. അപ്പോൾ റെസിപ്രോക്കൽ ടീച്ചിങ്, ഈ വേർഡ്സ് ഒക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ആ ഒരു എക്സാമിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു വലിയ ക്വസ്റ്റ്യൻ ഒക്കെ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഓരോ വേർഡ്സ് ഉണ്ടെങ്കിൽ നമുക്കത് ആരുടെ തിയറി ആയിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ ഏത് സൈക്കോളജിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനാണ് ഞാൻ ഈ ഒരു വേർഡ്സ് ഇങ്ങനെ തരുന്നത്. അപ്പോൾ ഇത് ഓരോന്നും പഠിക്കാനുണ്ട്. എന്താണ് ZPD, എന്താണ് സ്കാഫോൾഡിങ്, എന്താണ് പ്രൈവറ്റ് സ്പീച്ച് എന്നൊക്കെ പഠിക്കാനായിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ എല്ലാം കൂടി ഡിസ്കസ് ചെയ്യുന്നില്ല. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു കാര്യം ഒന്ന് എഴുതി വെക്കുക. സോ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ് തിയറിൻ്റെ പേര്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിക്കണം. നമ്മുടെ കറണ്ട് എബിലിറ്റി ലെവലിൽ നിന്നും പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലോട്ട് പോകുന്ന രീതി അല്ലേ? സ്കാഫോൾഡിങ് പറഞ്ഞു, പ്രൈവറ്റ് സ്പീച്ച് പറഞ്ഞു, ദെൻ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ലീഡ്സ് ടു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ അതിനെക്കുറിച്ച് പറഞ്ഞു. MKO അല്ലെ, മോർ നോളജബിൾ അതർ, കൾച്ചറൽ ടൂൾസ്,
കൊളാബറേറ്റീവ് ലേണിംഗ്, അതുപോലെ റെസിപ്രോക്കൽ ടീച്ചിങ്. എന്താണ് റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത്? ടീച്ചറുടെയും സ്റ്റുഡൻറ്റിൻ്റെയും റോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു അല്ലേ? കുട്ടി ടീച്ചറാവുന്നു, ടീച്ചർ കുട്ടിയാവുന്നു. അതാണ് റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വൈഗോട്സ്കി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ക്വസ്റ്റ്യൻ ഇതാണ്, വൈഗോട്സ്കീസ് തിയറി ഇംപ്ലൈസ്. എന്താണ് വൈഗോട്സ്കീസ് തിയറി ഇംപ്ലൈസ്? വി ഹാവ് 4 ഓപ്ഷൻ. Child will learn best when she or he is alone. Collaborative problem solving. Individual assignments to each student. Not supporting a child in solving difficult questions. ഇത് വളരെ സിമ്പിൾ ആണ്. എന്താണ് ഇവിടെ കൊളാബറേറ്റീവ് എന്നുള്ളൊരു വാക്ക് നമ്മൾ പഠിച്ചത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ പോലും നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് കറക്റ്റ് ആൻസറിലോട്ട് എത്താം. പക്ഷേ ഇവിടെ നമ്മൾ പഠിച്ചത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റും. എന്താണ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി, കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിങ്. ഓക്കെ ആണല്ലോ. സോ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അതുമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. യൂസ്ഫുൾ ആവുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് മോറൽ ഡെവലപ്മെൻറ്റ്. എന്താണ് മോറൽ ഡെവലപ്മെൻറ്റ്? മോറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ഏരിയ ആണ്. ആരുടെയാണ്? ലോറൻസ് കോൾബർഗിൻ്റെയാണ് ഈ ഒരു തിയറി എന്ന് പറയുന്നത്, തിയറി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു തിയറി അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയ്ൻസിൻ്റെ കഥയൊക്കെ അറിയണം. ഹെയ്ൻസിൻ്റെ കഥയൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. ഹെയ്ൻസിൻ്റെ വൈഫിനായിട്ട് ഒരു മരുന്ന് മേടിക്കാനായിട്ട് ഭയങ്കര കഷ്ടപ്പെടുവാണ്. പക്ഷേ ഡോക്ടറിനോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടർ അത് ഫ്രീ ആയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ പൈസ കുറച്ച് കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഹെയ്ൻസ് എന്ത് ചെയ്യുന്നു? ആ ഒരു മരുന്ന് മോഷ്ടിക്കുന്നു അല്ലേ? വേറെ നിവൃത്തിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ആ ഹെയ്ൻസ് എന്താ ചെയ്യുന്നത്? വേറെ ഒരു നിവൃത്തിയില്ല, പൈസ കൊടുക്കാനില്ല, പക്ഷെ സ്വന്തം വൈഫിനെ രക്ഷിക്കണം. ഇത് കുറച്ച് വലിയ കഥയാണ്, ഞാൻ അതിന് ഷോർട്ടാക്കി പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഹെയ്ൻസിന് വേറെ ഒരു ഓപ്ഷൻ ഇല്ലാതിരിക്കുമ്പോൾ ഹെയ്ൻസ് എന്താ ചെയ്യുന്നത്? ആ മരുന്നിൻ്റെ അടുത്ത് മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇതാണ് ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് ഈ സിറ്റുവേഷൻ വെച്ച് നമ്മൾ പറയുവാണ് കുട്ടികളോട് ഇവിടെ ഹെയ്ൻസ് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷനാണ് നമ്മൾ അവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ആ കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് കുട്ടികളുടെ മോറൽ ഡെവലപ്മെൻറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു തിയറിയാണ്. നമുക്ക് അതൊന്നും എക്സാമിന് ചോദിക്കില്ല, ജസ്റ്റ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊന്നും മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ക്വസ്റ്റൻ അതാണ്, അറ്റ് വിച്ച് സ്റ്റേജ് ഓഫ് കോൾബർഗ് മോറൽ ഡെവലപ്മെൻറ്റ് ഡു ഇൻഡിവിജ്വൽസ് ബിലീവ് ദാറ്റ് fixed rules must be obeyed to maintain the social order. അപ്പോൾ ഇവിടെ 3 ലെവൽസ് ആണുള്ളത്, ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? പ്രീ കൺവെൻഷണൽ ലെവൽ അല്ലേ? പ്രീ കൺവെൻഷണൽ ലെവൽ, കൺവെൻഷണൽ ലെവൽ, പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. അങ്ങനെ 3 ലെവൽസും 6 സ്റ്റേജസ് ആണുള്ളത്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകരുത്. 3 ലെവൽസും 6 സ്റ്റേജസും. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം, ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ട് ചോദിക്കാം, ഇൻ കോൾബർഗ് തിയറി, ഇൻ ലോറൻസ് കോൾബർഗ് തിയറി ദർ ആർ 3 സ്റ്റേജസ് ആൻഡ് 6 ലെവൽസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും അല്ലേ? കൺഫ്യൂഷൻ ആവും, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ തന്നെ കാണുന്ന സമയത്ത് അത് മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അങ്ങനെയല്ല, 3 ലെവൽസും 6 സ്റ്റേജസും ആണ്. 3 ലെവൽസ് ഏതൊക്കെയാ? പ്രീ കൺവെൻഷണൽ ലെവൽ, കൺവെൻഷണൽ ലെവൽ, പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ ആണ്. ആൻഡ് ദർ ആർ 6 സ്റ്റേജസ്. അതായത് ഈച്ച് ലെവൽ, ഓരോ ലെവലിലും 2 സ്റ്റേജസ് വീതമാണ്, മൊത്തം 6 സ്റ്റേജസ്. സോ പ്രീ കൺവെൻഷണൽ ലെവൽ ഉള്ളത് അവോയ്ഡിങ് പണിഷ്മെൻറ്റ്, എയിമിങ് അറ്റ് എ റിവാർഡ്. ദെൻ കൺവെൻഷണൽ ലെവലിൽ ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ, ലോയാലിറ്റി ടു ലോ ആൻഡ് ഓർഡർ. ദെൻ 5ാമത്തെ വന്നിട്ട് ജസ്റ്റിസ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോവും, 6ാമത്തെ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ഓഫ് എത്തിക്സും ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇനി ലോറൻസ് കോൾബർഗിൻ്റെ തിയറി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. സോ അതിൻ്റെ ക്ലാസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, അറ്റ് വിച്ച് സ്റ്റേജ് ഓഫ് കോൾബർഗ് മോറൽ ഡെവലപ്മെൻറ്റ് ഡു ഇൻഡിവിജ്വൽസ് ബിലീവ് ദാറ്റ് ദ ഫിക്സഡ് റൂൾസ് മസ്റ്റ് ബി ഒബേഡ് ടു മെയിൻറ്റെയിൻ ദ സോഷ്യൽ ഓർഡർ ആണ്. അതായത് റൂൾസിനെയൊക്കെ വിശ്വസിക്കുന്നതാണ്. ഏത് സ്റ്റേജിലുള്ള കുട്ടികളാണ് അവിടെ ഫിക്സഡ് ലോസും ഓർഡറൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അതിനനുസരിച്ച് മോറൽ ഡെവലപ്മെൻറ്റ് വരുത്തുന്ന സ്റ്റേജ് ഏതാണെന്നാണ്. ഇൻസ്ട്രുമെൻ്റൽ പേർപ്പസ് ആണോ, പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് ആണോ, ലോ ആൻഡ് ഓർഡർ ഓറിയൻറ്റേഷൻ ആണോ, ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ ആണോ? ഇവിടെ ആക്ച്വലി ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഏതിൽ വരുന്നതാ? നമ്മുടെ 2ാമത്തെ ലെവലിലുള്ള ആദ്യത്തെ സ്റ്റേജാണ് അല്ലേ? 2ാമത്തെ ലെവലിലുള്ള ആദ്യത്തെ സ്റ്റേജാണ് ഇതാ ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ. അപ്പോൾ അതല്ലാന്ന് മനസ്സിലായി.
ഇനി പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയന്റേഷൻ ആദ്യത്തെ ലെവലിൽ വരുന്ന ആദ്യത്തെ സ്റ്റേജ് ആണ് അല്ലേ, നമ്മുടെ പ്രീ കൺവെൻഷണൽ ലെവലിൽ വരുന്ന ആദ്യത്തെ സ്റ്റേജ് ആണ് പണിഷ്മെന്റ് ഒബീഡിയൻസ് ഓറിയന്റേഷൻ. അപ്പോൾ അതും വരില്ല. ദെൻ ഇൻസ്ട്രുമെന്റൽ പേർപ്പസ് ഓറിയന്റേഷൻ എന്ന് പറയുന്നതും റിവാർഡിനെ പ്രതീക്ഷിച്ച്, ഇവിടെ നിങ്ങൾ പേര് പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ കാണാപ്പാടം ഇവിടെ കണ്ടോ, ഇവിടെ പേരിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, പക്ഷെ അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ ശരിക്കും നമ്മുടെ സ്റ്റേജ് എന്ന് പറയുന്നത് പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയന്റേഷൻ ആണ്. അതാണ് അവോയ്ഡിങ് പണിഷ്മെന്റ് എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഇൻസ്ട്രുമെന്റൽ പേർപ്പസ് ഓറിയന്റേഷൻ ആണ്. പക്ഷെ അതിന് പകരമാണ് അവിടെ എന്ത് കൊടുത്തിരിക്കുന്നത്, എയിമിങ് അറ്റ് റിവാർഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക, അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 ആണ്, ലോ ആൻഡ് ഓർഡർ ഓറിയന്റേഷൻ അല്ലേ, ലോ ആൻഡ് ഓർഡർ ഓറിയന്റേഷൻ ആണ്. അത് വളരെ സിമ്പിൾ ആണ്, ക്വസ്റ്റനിൽ തന്നെ അവിടെ ആൻസർ കിടക്കുന്നുണ്ട് അല്ലേ. ദാറ്റ് ഫിക്സഡ് റൂൾസ് മസ്റ്റ് ബി ഒബേഡ് ടു മെയിൻറ്റെയിൻ ദ സോഷ്യൽ ഓർഡർ എന്ന് പറയുമ്പോൾ ആ ഒരു ക്വസ്റ്റനിൽ തന്നെ ആൻസർ കിടക്കുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തൊരു ഏരിയ, ഞാനിപ്പോൾ മൂന്നാമത്തെ ഏരിയ ആണ് ഈ പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോക്കസ് ഏരിയാസും കൂടിയാണ് ഇതിൻ്റെ ഒപ്പം പറഞ്ഞു പോകുന്നത് കേട്ടോ. ഒന്നാമത്തെ നമ്മൾ ഏതായിരുന്നു പറഞ്ഞ വൈഗോട്സ്കി ആണ്. രണ്ടാമത്തെ ഏതാ പറഞ്ഞത്, നമ്മുടെ കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ് തിയറിയാണ്. മൂന്നാമത്തെയാണ് ഏതാ, ബ്ലൂംസ് ടാക്സോണമി അല്ലേ, ബ്ലൂംസ് ടാക്സോണമി ആണ് അടുത്ത ഒരു ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൂംസ് ടാക്സോണമിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ സീരീസ് കറക്റ്റ് ഹൈറാർക്കിക്കൽ ഓർഡറൊക്കെ കുറേ തവണ അവർക്ക് ചോദിച്ച് മടുത്തൊരു കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് പല രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. ഇപ്പോൾ അഫക്റ്റീവ് ഡൊമൈനിലെ ആ ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ തന്നിട്ട് ചിലപ്പോൾ അത് അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ സൈക്കോമോട്ടോ ഡൊമൈൻ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോഗ്നിറ്റീവ് ഡൊമൈൻ മാത്രം പഠിക്കാതെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അഫക്റ്റീവ് ഡൊമൈനും സൈക്കോമോട്ടോ ഡൊമൈൻ, ഡേവിൻ്റെയൊക്കെയാണ് സൈക്കോമോട്ടോ ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആ ഒരു സ്റ്റേജസും കൂടെ ജസ്റ്റ് പഠിക്കാം. പക്ഷെ അതെന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചെയ്യേണ്ട കാര്യം അതിൻ്റെ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. ആൻഡ് കുറച്ചെണ്ണം തന്നു കഴിഞ്ഞാൽ അതിനെ അറേഞ്ച് ചെയ്യാനും കൂടെ നിങ്ങൾക്ക് അറിയണം. അപ്പോൾ നമുക്കിവിടെ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം 1956 ബ്ലൂംസ് ടാക്സോണമി ബെഞ്ചമിൻ എസ് ബ്ലൂം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ 2001 ആൻഡർസണും ക്രാത്തോളും, ആരായിരുന്നു, ആൻഡർസണും അതുപോലെ തന്നെ ക്രാത്തോളും അല്ലേ, ആൻഡർസണും ക്രാത്തോളും കൂടെ ചേർന്ന് 2001 അതിനെ റിവൈസ് ചെയ്തു. നൗൺ ഫോമിൽ നിന്നും വേർബ് ഫോമിലോട്ട് മാറ്റി, പിന്നെ സിന്തസൈസിനെ മാറ്റി ക്രിയേറ്റ് ആക്കി, ആ ക്രിയേറ്റിനെ മുകളിൽ കൊണ്ടുവന്നു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കണം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ദ റൈറ്റ് സീക്വൻസ് ഓഫ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ മേജർ കാറ്റഗറീസ് ഇൻ കോഗ്നിറ്റീവ് ഡൊമൈൻ ഈസ്. ഏതാണ് ക്വസ്റ്റ്യൻ, നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. അതാണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ നോളജിൽ തുടങ്ങി ഇവാലുവേഷനിൽ അവസാനിക്കുന്ന ഓപ്ഷൻസ് ആണ് എല്ലാം. അപ്പോൾ നമുക്ക് ആദ്യത്തെയും അവസാനത്തെയും മാത്രം അറിഞ്ഞതുകൊണ്ട് നമുക്ക് ആൻസർ കിട്ടില്ല, അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, എ പ്രാക്ടീസ് ഓഫ് കമ്പയറിംഗ് ദ പ്രസന്റ് അച്ചീവ്മെന്റ് അഗെയിൻസ്റ്റ് ദ പ്രീവിയസ് അച്ചീവ്മെന്റ് ഓഫ് എ ലേണർ. അതായത് ഒരു ലേണറുടെ തന്നെ പെർഫോമൻസ് അസസ് ചെയ്യുകയാണ്. എന്തിൻ്റെ ബേസിലാണ്, പ്രീവിയസ് അച്ചീവ്മെന്റ് ഓഫ് ദ ലേണർ, അവൻ്റെ എങ്ങനെയാണ് അവൻ്റെ പെരുമാറ്റവും അല്ലെങ്കിൽ അവൻ്റെ അച്ചീവ്മെൻറ്റും എങ്ങനെയാണ്, അതിനനുസരിച്ച് അവിടെ അസസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇപ്സേറ്റീവ് അസസ്മെന്റ് എന്നുള്ളത്. ഇപ്സേറ്റീവ് അസസ്മെന്റ്, അതായത് ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് ഇപ്പോൾ ഈ ഒരു എക്സാമിൽ 10ൽ 3 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. പക്ഷെ കഴിഞ്ഞതിൽ അവന് 10ൽ 0 ആണ് കിട്ടിയത്. അപ്പോൾ അവനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവൻ സ്വന്തമായിട്ട്, അതായത് ആദ്യം 0 മാർക്ക് കിട്ടി പിന്നെ 3 മാർക്ക് കിട്ടി എന്ന് പറയുമ്പോൾ അവനവിടെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പം മറ്റുള്ളവരെ അസസ് ചെയ്യാതെ, മറ്റുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ 10ൽ 10 ആയിരിക്കും, പക്ഷെ അതൊന്നും ഇവിടെ ടീച്ചർ നോക്കുന്നില്ല. ടീച്ചർ അവൻ്റെ പെർഫോമൻസ് മാത്രമാണ് വിലയിരുത്തുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇപ്സേറ്റീവ് അസസ്മെൻറ്റ്. പലർക്കും ഇപ്സേറ്റീവ് അസസ്മെൻറ്റും സെൽഫ് അസസ്മെൻറ്റും മാറി പോകുന്നുണ്ട്. സെൽഫ് അസസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഞാൻ എന്നെ തന്നെ അസസ് ചെയ്യുന്ന രീതിയാണ് സെൽഫ് അസസ്മെൻറ്റ്. പക്ഷേ ഇപ്സേറ്റീവ് അസസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ സ്റ്റുഡൻറ്റിനെ ഞാൻ അസസ് ചെയ്യുകയാണ് ബേസ്ഡ് ഓൺ ഹിസ് പ്രീവിയസ് അച്ചീവ്മെൻറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഈ അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ എന്നുള്ള ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അസസ്മെൻറ്റും അതുപോലെ തന്നെ ഇവാലുവേഷൻ അല്ലേ, അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ എന്നുള്ള ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അസസ്മെൻറ്റിൽ തന്നെ നമുക്ക് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ഉണ്ട്, സമ്മേറ്റീവ് അസസ്മെൻറ്റ് ഉണ്ട്, ഇപ്സേറ്റീവ് അസസ്മെൻറ്റ് ഉണ്ട്, ദെൻ നോം റെഫറൻസ്ഡ് അസസ്മെൻറ്റ്, ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് അസസ്മെൻറ്റ്, അതൊക്കെ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു വെക്കണം. ആൻഡ് അതുപോലെ തന്നെ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, ഇതൊക്കെ ഞാൻ പല തവണയായിട്ട് പറഞ്ഞതാണ്. കേൾക്കുന്നവർക്ക് ബോറടിക്കും, പക്ഷേ എക്സാമിന് വരുന്നതായതുകൊണ്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറയുമ്പോൾ അതെന്താ, ഫോർമേറ്റീവ് അസസ്മെൻ്റ് ആണ്. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ഫോർമേറ്റീവ് അസസ്മെൻ്റ് ആണ്. അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് എന്താ, സമ്മേറ്റീവ് അസസ്മെൻ്റ് ആണ്. ഇനി അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറയുന്നത് സെൽഫ് അസസ്മെൻ്റ് ആണ്.
ഇതെന്തായാലും പഠിച്ചു വെക്കണം. ഇതിന് ബേസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്, ഇനി ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അസസ്മെന്റ് ഫോർ ലേണിംഗ് ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ്, ഡ്യൂറിംഗ് ആൻ ഇൻസ്ട്രക്ഷൻ അസസ് ചെയ്യുന്നു. അസസ്മെന്റ് ഓഫ് ലേണിംഗ് സമ്മേറ്റീവ് അസസ്മെന്റ് ആണ്, എൻഡ് ഓഫ് ആൻ ഇൻസ്ട്രക്ഷൻ അസസ് ചെയ്യുന്നു. അസസ്മെന്റ് ആസ് ലേണിംഗ് സെൽഫ് അസസ്മെന്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആൽബർട്ട് ബന്ദൂര ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ ആൽബർട്ട് ബന്ദൂരനെ കുറിച്ചും ചോദിക്കാം, എക്സാമിന് ചോദിക്കാം. അപ്പോൾ ആൽബർട്ട് ബന്ദൂര എന്ന് പറയുന്നത്, ആൽബർട്ട് ബന്ദൂരിന്റെ തിയറിന്റെ പേരാണ് സോഷ്യൽ ലേണിംഗ് തിയറി. എന്താണ്? സോഷ്യൽ ലേണിംഗ് തിയറി. അപ്പോൾ ആൽബർട്ട് ബന്ദൂര എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ഓർമ്മ വന്നാൽ മതി? നമ്മുടെ ബോബോഡോൾ എക്സ്പെരിമെന്റ് ഉണ്ട് അല്ലേ, ബോബോഡോൾ എക്സ്പെരിമെന്റ്. അപ്പോൾ ആ ഒരു ബോബോഡോൾ എക്സ്പെരിമെന്റിൽ എന്തായിരുന്നു? ആ ഒരു ബോബോഡോളിനെ ആദ്യം കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നു, പിന്നെ അതിനുശേഷം അവർക്കൊരു വിഷ്വല് കാണിച്ചു കൊടുക്കുന്നു, ഫുൾ ഇങ്ങനെ ഇടിക്കുന്നതുമായിട്ടുള്ള വിഷ്വല് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അത് കണ്ട കുട്ടി പിന്നെ എന്താ ചെയ്യുന്നത്? പിന്നെ തിരിച്ച് അവിടെ പോയിട്ട് ആ ഒരു ബോബോഡോളിനെ അതുപോലെ ചെയ്യണം. അവരെന്താണോ കണ്ടത് അതിനെ അവിടെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആൽബർട്ട് ബന്ദൂരിന്റെ തിയറി എന്ന് പറഞ്ഞാൽ തന്നെ സോഷ്യൽ ലേണിംഗ് ആണ്. അതായത് ആദ്യം അറ്റൻഷൻ അല്ലേ, നമ്മൾ ശ്രദ്ധിക്കുന്നു, പിന്നെ അവിടെ ഇമിറ്റേഷൻ നടക്കുന്നുണ്ട്, ഇമിറ്റേഷൻ, റിട്ടൻഷൻ എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ തിയറി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമ്മൾ ശ്രദ്ധിക്കുന്നു, നമ്മൾ അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നു അല്ലേ, ഇമിറ്റേറ്റ് ചെയ്യുന്നു. അറ്റൻഷൻ, റിട്ടൻഷൻ, ഇമിറ്റേഷൻ, മോട്ടിവേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ അതൊക്കെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. ഏതാണ്? ആൽബർട്ട് ബന്ദൂരിന്റെ തിയറിന്റെ പേരാണ് സോഷ്യൽ ലേണിംഗ് തിയറി. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ് മോഡൽസ് ഓഫ് ടീച്ചിങ്. അടുത്തൊരു ഏരിയ ആണ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് അല്ലേ, മോഡൽസ് ഓഫ് ടീച്ചിങ് അല്ലേ, മോഡൽസ് ഓഫ് ടീച്ചിങ്. അതിൽ തന്നെ നമുക്ക് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ പഠിക്കാനായിട്ടുണ്ട്, ഇൻക്വയറി ട്രെയിനിങ് പഠിക്കാനായിട്ടുണ്ട്, ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ. ഓക്കെ, ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ പഠിക്കാനായിട്ടുണ്ട്, അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, among the following which model is an indirect instructional strategy that uses a structured inquiry process and is based on the work of Jerome Bruner. അപ്പോൾ ഇവിടെ ഇത്രയും നേരം പറഞ്ഞതിൽ ഇതിലൊന്നും ശരിക്കും പ്രസക്തി ഇല്ല, അതൊന്നും അല്ല, അത് നമുക്ക് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു കാര്യം മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. ജെറോം എസ് ബ്രൂണറുടെ അല്ലെങ്കിൽ ബ്രൂണറുടെ മോഡൽ ഏതാണ് എന്ന കാര്യം മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. ഇത്രയും നേരം പറഞ്ഞതൊന്നും നമുക്ക് അറിയണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലാണ്. എന്താണ്? കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലാണ്. ഇതിൽ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്ന് പറയുന്നത് റിച്ചാർഡ് സ്വിച്ച്മാൻ്റെ ആണ്. എന്താണ്? റിച്ചാർഡ് സ്വിച്ച്മാൻ്റെ ആണ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ. പിന്നെ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ആരുടെയാ? ഡേവിഡ് പി ഓസ്ബലിൻ്റെ ആണ് അല്ലേ, ഡേവിഡ് പി ഓസ്ബൽ ആണ്. ഓർഗനൈസർ മോഡലൊന്നുമില്ല. ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ എന്ന് പറയുന്നത് ഹിൽഡ ടാബൻ്റെ ആണ് അല്ലേ, ഹിൽഡ ടാബൻ്റെ ആണ് ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കണം. മോഡൽസ് ഓഫ് ടീച്ചിങ് എന്താണെന്ന് അറിയണം, ആൻഡ് ഈ ഒരു 4 മോഡൽസിനെ കുറിച്ചും പഠിച്ചു വെക്കണം. അടുത്തൊരു വെറൈറ്റി ക്വസ്റ്റൻ ആണ്, ദ കോക്ടെയിൽ പാർട്ടി എഫക്റ്റ് ഈസ് റിലേറ്റഡ് വിത്ത്. ഇത് കഴിഞ്ഞ തവണ എക്സാമിന് ചോദിച്ചതാണ്, ഇക്കഴിഞ്ഞതല്ല, 2025 എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ്, ദ കോക്ടെയിൽ പാർട്ടി എഫക്റ്റ് ഈസ് റിലേറ്റഡ് വിത്ത്. അപ്പോൾ എന്താണ് ഈ കോക്ടെയിൽ പാർട്ടി എഫക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, അറ്റൻഷൻ ആണ്. അതായത് ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഒരുപാട് പേരുണ്ടെന്ന് വിചാരിക്കും, ഇവരൊക്കെ സ്റ്റുഡൻസ് ആണ്. ഓക്കെ, ഇതിപ്പോൾ കുറേ പേര് ഇവരെല്ലാവരും സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുവാണ്, നമ്മൾ ടീച്ചറാണ് അല്ലേ, നമ്മളിവിടെ നിൽക്കുവാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് പേര് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഇവരും തമ്മിൽ അങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഈ കുട്ടികളുടെ മാത്രം സംസാരം നമുക്ക് അറിയണം, കാരണം ഇവർ എന്നെക്കുറിച്ച് എന്തോ കുറ്റം പറയുന്നുണ്ടല്ലോ എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് വിചാരിക്കുക. അത് എല്ലാവരും സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഇവരുടെ എക്സ്പ്രഷനിലൊക്കെ എന്തൊക്കെയോ മാറ്റം. അപ്പോൾ ഇവർ സംസാരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയണം. അപ്പോൾ ഞാൻ ബാക്കി എല്ലാവരുടെയും സൗണ്ട് ഞാൻ തൽക്കാലം ഇങ്ങനെ ഒന്ന് മ്യൂട്ട് ചെയ്യുന്ന പോലെ, അതായത് ഞാൻ ഇവരെ മാത്രം ശ്രദ്ധിക്കും അല്ലേ, ഞാൻ ഇവരെ മാത്രം ശ്രദ്ധിക്കും, ബാക്കിയെല്ലാം ഞാൻ അവിടെ എലിമിനേറ്റ് ചെയ്തിട്ട് ഇവരെ മാത്രം ശ്രദ്ധിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നും ഒരു സ്പെസിഫിക് ആൾക്കാരുടെ സംസാരം നമുക്ക് കേൾക്കണം അല്ലെങ്കിൽ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളവിടെ ശ്രദ്ധിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പവറാണ്, ബാക്കി എല്ലാത്തിനെയും നമുക്ക് അവിടെ മാത്രം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നു അല്ലേ, ബാക്കിയുള്ളതിനെയൊക്കെ അവിടെ എലിമിനേറ്റ് ചെയ്തില്ല, അതായത് ബാക്കിയുള്ളതിനെയൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഇതിന് മാത്രം ശ്രദ്ധിക്കുവാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരുടെ ലിപ് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എനിക്ക് ഇവരെന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ പറ്റും. എല്ലാവരും അല്ല കേട്ടോ, ദൂരെ നിൽക്കുന്ന ആൾക്കാരെ എന്താ സംസാരിക്കുന്നത് കേൾക്കുന്നല്ല പറയുന്നത്. ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ എല്ലാവരും സംസാരിക്കുമ്പോൾ അതിലൊരു സ്പെസിഫിക് ആൾക്കാരുടെ മാത്രം സംസാരം നമുക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്നുള്ളതാണ്. സോ അതാണ് കോക്ടെയിൽ പാർട്ടി എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് കോക്ടെയിൽ പാർട്ടി എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? അറ്റൻഷനുമായിട്ട് റിലേറ്റഡ് ആണ്, ശ്രദ്ധയുമായിട്ട്
റിലേറ്റഡ് ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, കണ്ടോ, ദ കോക്ടെയിൽ പാർട്ടി എഫക്ട് ഡിസ്ക്രൈബ്സ് ദ എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ഫോക്കസ് ദെയർ അറ്റൻഷൻ ഓൺ എ സിംഗിൾ കോൺവെർസേഷൻ ഓർ ഓഡിറ്ററി സ്റ്റിമുലസ് ഇൻ എ നോയ്സി എൻവയോൺമെന്റ് വൈൽ ഫിൽറ്ററിംഗ് ഔട്ട് അതർ കോമ്പറ്റീറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് നോയ്സസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റൻ ആണ്, ദ മെത്തേഡ് ഓഫ് ഡിസ്ക്രൈബിംഗ് ആൻ ആംബിഗ്വസ് സ്റ്റിമുലസ് ഇൻ പേഴ്സണാലിറ്റി അസസ്മെന്റ് ഈസ് നോൺ എസ്. പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ പേഴ്സണാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരണം പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആണ് നമുക്ക് ഉള്ളത്? ഒന്ന് റോർഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, റോർഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ഉണ്ട്. പിന്നെ ടാറ്റ് ഉണ്ട് അല്ലേ, വാറ്റ് ഉണ്ട്, കാറ്റ് ഉണ്ട്. ഇതെന്തൊക്കെ എന്താ സംഭവം? ടാറ്റ്, വാറ്റ്, കാറ്റ്. അതായത് ടാറ്റ് എന്ന് പറയുമ്പോൾ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആണ്. വാറ്റ് എന്ന് പറയുമ്പോൾ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ആണ്. കാറ്റ് എന്ന് പറയുമ്പോൾ ചൈൽഡ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു വെക്കണം. ചിലപ്പോൾ ഇതൊക്കെ തന്നിട്ട് ഇതിൽ താഴെ കാണുന്നതിൽ ഏതൊക്കെയാണ് നമ്മുടെ പ്രൊജക്റ്റീവ് ടെക്നിക്സിൽ വരുന്നത് എന്ന രീതിയിലൊക്കെ പല രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നമുക്കിത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്തായാലും ആംബിഗ്വസ് സ്റ്റിമുലസ് നമുക്ക് അറിയാത്തതാണ്. ഇപ്പോൾ ഒരാളുടെ പേഴ്സണാലിറ്റി നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ അൺകോൺഷ്യസ് മൈൻഡിനെ അപഗ്രഥിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അവരുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ ഇറ്റ് ഈസ് ആംബിഗ്വസ് അല്ലേ, ആംബിഗ്വസ് സ്റ്റിമുലസ് ആണ് എന്നുള്ളതാണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഇനി പെർഫോമൻസ് ടെസ്റ്റ് ഉണ്ട്, റേറ്റിംഗ് സ്കെയിൽ ഉണ്ട്, WAIS ഉണ്ട്. എന്താണ് WAIS? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ്? വെറ്റ്സ്ലർ അഡൾട്ട് ഇൻ്റലിജൻസ് സ്കെയിലാണ്. അപ്പോൾ ഈ വെറ്റ്സ്ലറും ബിനറ്റൊക്കെ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളാണ്. അപ്പോൾ നമ്മുടെ ആൽഫ്രഡ് ബിനറ്റിൻ്റെ ഇൻ്റലിജൻസ് സ്കെയിലാണ് ബിനറ്റ് സ്കെയിൽ എന്ന് പറയുന്നത്, സ്റ്റാൻഫോർഡ് ബിനറ്റ് സ്കെയിൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ വെറ്റ്സ്ലറുടെ ഇൻ്റലിജൻസ് സ്കെയിലാണ് വെറ്റ്സ്ലർ അഡൾട്ട് ഇൻ്റലിജൻസ് സ്കെയിൽ. പിന്നെ ചൈൽഡിൻ്റെ ഉണ്ട്, വെറ്റ്സ്ലർ ചൈൽഡ് ഇൻ്റലിജൻസ് സ്കെയിലും ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കണം. അടുത്ത ക്വസ്റ്റൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കേസ് സ്റ്റഡി. അപ്പോൾ കേസ് സ്റ്റഡിനെ കുറിച്ച് നമുക്കറിയണം. എന്താണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇവൻറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഒരു രീതിയാണ് കേസ് സ്റ്റഡി. അത് ഭയങ്കര ഡീപ്പായിരിക്കും. ഡീപ്പായിട്ട് നമുക്ക് ഒരു വ്യക്തിയെക്കുറിച്ചാണ്, ഇപ്പോൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെക്കുറിച്ചാണ് ഞാനൊരു കേസായിട്ട് എടുക്കുന്നതെങ്കിൽ ആ കുട്ടിൻ്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ആ കുട്ടിൻ്റെ കാര്യങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസും റെമഡിയൽ മെഷേഴ്സൊക്കെ നമ്മൾ അതിൽ എഴുതുന്നു അല്ലേ. അപ്പോൾ ഒരു കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യുവാണ്, അവിടെ ഡീപ്പായിട്ട് ഒരു കാര്യം പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ്. അതൊരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള റിസർച്ചിൽ വരുന്നതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. പിന്നെ നമ്മളവിടെ യൂസ് ചെയ്യുന്ന ടൂൾസ് ആയിക്കോട്ടെ, ടൂൾസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ടൂൾസ് അല്ല, നമ്മളവിടെ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ടൂൾസ് വേറെ, ടെക്നിക്സ് വേറെയാണ്. കൂടുതലായിട്ടും ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസിനൊക്കെയാണ് ഈ ടൂൾസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ചെക്ക് ലിസ്റ്റ് ആയിക്കോട്ടെ, റേറ്റിംഗ് സ്കെയിൽ ആയിക്കോട്ടെ, അതൊക്കെ ടൂൾസ് ആണ്. പക്ഷേ ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, ഒബ്സർവേഷൻ ആയിക്കോട്ടെ, ഇതുപോലെ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആയിക്കോട്ടെ, അതൊക്കെ ടെക്നിക്സ് ആണ്. ഒബ്സർവേഷനും ഇൻ്റർവ്യൂസും ഒക്കെ ടെക്നിക്സ് ആണ്. അത് മെയിൻലി യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന പോലുള്ള ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസിനാണ്. അപ്പോൾ ഈ കേസ് സ്റ്റഡി ഒരു ക്വാളിറ്റേറ്റീവ് സ്റ്റഡി ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂവും ഒബ്സർവേഷനൊക്കെയാണ്. ഞാൻ റിലേറ്റഡ് ആയതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഓപ്ഷൻസ് ഇതൊക്കെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ആണ്, ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് അല്ലേ. യൂട്ടിലൈസസ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ ക്വാളിറ്റേറ്റീവിൻ്റെ കാര്യം. സോ ഇത് ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ ആയിട്ട് വരില്ല. ഫോക്കസ്ഡ് ഓൺ എ സ്പെസിഫിക് കോണ്ടന്റ്, അതും ശരിയല്ലേ. ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു കോണ്ടന്റ് മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ, അപ്പോൾ അതും വരില്ല. ഡീറ്റെയിൽഡ് കോണ്ടെക്സ്റ്റൽ അനാലിസിസ്, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ്, അപ്പോൾ അതും വരില്ല. ഹൈലി ഒബ്ജക്റ്റീവ് മെത്തേഡ്, അത് ഒബ്ജക്റ്റീവ് അല്ല. കാരണം ഒബ്ജക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഏതിലാണ്? നമ്മൾ മെയിനായിട്ടും നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഉണ്ടല്ലോ, അതിലാണ് ഒബ്ജക്റ്റീവ് മെത്തേഡാണെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം പറയുന്ന പോലെയുള്ള ക്വാളിറ്റേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അത് ഹൈലി സബ്ജക്റ്റീവ് ഇൻ നേച്ചറാണ്. നമ്മൾ എടുക്കുന്ന പോലെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താണ്, സബ്ജക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റൻ ആണ്, സെലക്ട് ദ ആർട്ടിക്കിൾ ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ സജസ്റ്റിംഗ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഓഫ് ഓൾ ചിൽഡ്രൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14 ഇയേഴ്സ്. വളരെ സിമ്പിളാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, 21A അല്ലേ, 21A ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. നമ്മൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രം, നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങൾ മാത്രം അങ്ങനെയൊന്നും അല്ല ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. സോ അതും അറിഞ്ഞു വെക്കണം. 21A ആണ് എന്ന കാര്യം മനസ്സിലാക്കി വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ലേണിംഗ് ഡിസബിലിറ്റി ക്യാൻ ബി ഐഡൻറ്റിഫൈഡ്. എങ്ങനെയാണ് ലേണിംഗ് ഡിസബിലിറ്റീസ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ബൈ യൂസിങ് സ്റ്റാൻഡേർഡൈസ്ഡ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ആണോ, ബൈ യൂസിങ് IQ ടെസ്റ്റ് ആണോ, ബൈ യൂസിങ് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണോ, ബൈ യൂസിങ് നോൺ വെർബൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണോ?
അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് മൈൻഡിലോട്ട് വരുന്നത് ഡിസബിലിറ്റീസ് ആയിരിക്കും. അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റിയിൽ ലേണിംഗ് നമ്മൾ കാണില്ല. അപ്പോൾ ഡിസബിലിറ്റീസ് ആയിരിക്കും നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ IQ ടെസ്റ്റ് ആണോ നോൺ വെർബൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണോ എന്നൊക്കെ തോന്നും. പക്ഷെ അതല്ല. ലേണിംഗ് ഡിസബിലിറ്റീസ് ഏതൊക്കെയാണ് ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത്? ഒന്ന് ഡിസ്ലെക്സി ഉണ്ട് അല്ലേ, ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്പ്രാക്സിയ, പിന്നെ ഏതാ ഡിസ്കാൽക്കുലിയ അല്ലേ, ഡിസ്കാൽക്കുലിയ. അപ്പോൾ ഡിസ്ലെക്സിയ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു റീഡിംഗ് ആണ്, വായിക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഡിസ്ഗ്രാഫിയ എന്ന് പറയുമ്പോൾ റൈറ്റിംഗ് ഡിസബിലിറ്റീസ് ആണ്, എഴുതാനുള്ള ബുദ്ധിമുട്ടാണ്. ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത് മോട്ടോർ മൂവ്മെൻറ്റ്സ് ആണ് അല്ലേ, നമ്മുടെ കൈൻ്റെ ഇവിടെ ഉള്ള നമുക്ക് എഴുതാനൊക്കെ നല്ല എഴുതാൻ ബുദ്ധിമുട്ട് മീൻസ് ഇവിടെ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് നമുക്ക് എഴുതുമ്പോഴുള്ള മിസ്റ്റേക്സ് ആണ്. മിസ്റ്റേക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മിറർ ഇമേജ് ആയിട്ട് എഴുതുന്നു, ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും കൂടെ ഇടകലർത്തി എഴുതുന്നു, ഒരു ലൈൻ വിട്ട് എഴുതുന്നു, പിന്നെ തെറ്റിച്ച് എഴുതുന്നു, അതൊക്കെയാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. പക്ഷേ ഡിസ്പ്രാക്സിയ എന്ന് പറയുമ്പോൾ ബാഡ് ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് വിചാരിക്കുക. ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണെങ്കിൽ ഇവിടെ മസിലിൽ വരുന്ന പ്രശ്നം, ആ ഒരു മസിൽ മൂവ്മെൻറ്റ്സിൻ്റെ മോട്ടോർ മൂവ്മെൻറ്റ്സിൻ്റെ ഡിസബിലിറ്റിയാണ് വരുന്നത്. സോ അതാണ് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. പിന്നെ ഡിസ്കാൽക്കുലേസ് റിലേറ്റഡ് ടു ഡൂയിങ് അരിത്തമെറ്റിക്, നമ്മൾ മാത്സ് ചെയ്യുന്നത് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടിക്ക് കിട്ടാത്ത ഒരു അവസ്ഥ, അതാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, അപ്പോൾ അത് അറിഞ്ഞു വെക്കണം. സോ ലേണിംഗ് ഡിസബിലിറ്റി ക്യാൻ ബി ഐഡൻറ്റിഫൈഡ്. നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ഇൻ്റലിജൻസുമായിട്ട് ബന്ധമുണ്ടോ? ബൈ യൂസിങ് IQ ടെസ്റ്റ് ചെയ്താൽ മതിയോ? പോരാ. ഇനി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്താൽ മതിയോ? പോരാ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും പോരാ. എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ ആണ്, ബൈ യൂസിങ് സ്റ്റാൻഡേർഡൈസ്ഡ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. അപ്പോൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അവർക്ക് അവിടെ ഏത് ഡിസബിലിറ്റി ആണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞ തവണയൊക്കെ ഞാൻ പല തവണയായിട്ട് ഇത് പഠിപ്പിച്ചായിരുന്നു. കഴിഞ്ഞ തവണ വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ എന്ന് മാത്രമല്ല, ഒരുപാട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരുന്നതാണ്. പക്ഷെ ഇത്രയും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടും ഈ റീസെൻ്റ്ലി ചോദിച്ച നമ്മുടെ കേട്ടറ്റ് എക്സാമിന് പോലും അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് എ ടെസ്റ്റ് മെഷേഴ്സ് വാട്ട് ഇറ്റ് സപ്പോസ് ടു മെഷർ ഈസ് കോൾഡ്. റിലയബിലിറ്റി, വാലിഡിറ്റി, ഒബ്ജക്റ്റിവിറ്റി, സ്യൂട്ടബിലിറ്റി എന്നുള്ളൊരു കാര്യമേ നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് റിലയബിലിറ്റി ആണോ വാലിഡിറ്റി ആണോ എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, വാട്ട് ഇറ്റ് ഇൻറ്റൻസ് ടു മെഷർ. ഓക്കെ, വാട്ട് ഇറ്റ് ഇൻറ്റൻസ് ടു മെഷർ, അല്ലെങ്കിൽ വാട്ട് ഇറ്റ് സപ്പോസ് ടു മെഷർ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? വാലിഡിറ്റി ആണ്. അതാണ് വാലിഡിറ്റി. അതായത് വാട്ട് ഇറ്റ് ഇൻറ്റൻസ് ടു മെഷർ, വാട്ട് ഇറ്റ് സപ്പോസ് ടു മെഷർ എന്നൊക്കെ പറയുകയാണ്. അതായത് നമ്മൾ എന്താണോ മെഷർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കാര്യം തന്നെ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ടെസ്റ്റ് ഈസ് വാലിഡ്. ഇപ്പോൾ എനിക്കറിയേണ്ട ഒരു സംഭവം, എനിക്ക് കുട്ടികളിൽ ഇപ്പോൾ ട്രിഗ്നോമെട്രിനെ കുറിച്ച് അറിയോ, ഒരു 10 കുട്ടികളുണ്ട്, ആ 10 കുട്ടികൾക്ക് ട്രിഗ്നോമെട്രി എന്നുള്ളൊരു കോൺസെപ്റ്റിനെ കുറിച്ച് അറിയോ എന്നാണ് എനിക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ ആണ് ഇടുന്നത് വെച്ചാൽ ആ 10 ക്വസ്റ്റ്യൻ എന്തിൻ്റെ ആയിരിക്കണം? ട്രിഗ്നോമെട്രി അറിയോ എന്ന് ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ആ ഒരു ടെസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്കത് അറിയാൻ പറ്റി എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ടെസ്റ്റ് ഈസ് വാലിഡ് എന്നുള്ളത്. ഇനി അങ്ങനെയല്ല, ഇപ്പോൾ ഞാൻ ട്രിഗ്നോമെട്രിയാണ് അവിടെ മെഷർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഞാൻ ഇടുന്ന ക്വസ്റ്റ്യൻസ് മാത്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങളാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ടെസ്റ്റ് ഈസ് നോട്ട് വാലിഡ് എന്നുള്ളത്. അപ്പോൾ എന്താണോ മെഷർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് ആ കാര്യം തന്നെ നമ്മൾ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് വാലിഡ്. സോ അതാണ് വാലിഡിറ്റി. സോ വാട്ട് ഇറ്റ് ഇൻറ്റൻസ് ടു മെഷർ, വാട്ട് ഈസ് സപ്പോസ് ടു മെഷർ എന്ന് പറയുന്നതൊക്കെ വാലിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ കൺസിസ്റ്റൻസി ആണ് വരുന്നത്. കൺസിസ്റ്റൻസി നമുക്ക് ആക്ച്വലി റിസർച്ചിലൊക്കെ പഠിക്കുന്ന സമയത്ത് കൺസിസ്റ്റൻസിയിൽ തന്നെ ഇൻ്റർറേറ്റർ റിലയബിലിറ്റി ഉണ്ട്, ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി, അങ്ങനെയുള്ള റിലയബിലിറ്റിൻ്റെ ടൈപ്സ് ഒക്കെ പഠിക്കാനായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് നമ്മുടെ K3 സൈക്കോളജിനെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് റിലയബിലിറ്റി എന്നുള്ളൊരു കാര്യം മാത്രം പഠിച്ചാൽ മതി. അത് കൺസിസ്റ്റൻസിയാണ്. ടൈം തമ്മിൽ മാറുമ്പോഴോ അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിൽ മാറുമ്പോഴോ മെത്തേഡ് തമ്മിൽ മാറുമ്പോഴോ ഒന്നും അവിടെ ചേഞ്ച് വരുന്നില്ല, റിസൾട്ടിൽ ചേഞ്ച് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ടെസ്റ്റ് ഈസ് റിലയബിൾ. ഇനി തിരിച്ച് ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഓൾ വാലിഡ് ടെസ്റ്റ് ആർ റിലയബിൾ എന്ന് നമുക്ക് പറയാം. ഓൾ വാലിഡ് ടെസ്റ്റ് ആർ റിലയബിൾ എന്ന് നമുക്ക് പറയാം.
പക്ഷെ തിരിച്ച് പറയാനായിട്ട് പറ്റില്ല. അതായത് ഓൾ റിലയബിൾ ടെസ്റ്റ് ആർ വാലിഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഓൾ വാലിഡ് ടെസ്റ്റ് ആർ റിലയബിൾ. അതായത് നമ്മൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ് മെഷർ ചെയ്ത് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കില്ലേ? കാരണം ഞാൻ മെഷർ ചെയ്താലും വേറൊരാൾ മെഷർ ചെയ്താലും എല്ലാം സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ ഒരു ടെസ്റ്റ് വാലിഡ് ആണെങ്കിൽ അത് എന്തായാലും റിലയബിൾ ആയിരിക്കും. പക്ഷെ തിരിച്ച് പോസിബിൾ ആവണമെന്നില്ല. മേ ഓർ മേ നോട്ട് ബി എന്നാണ് പറയുന്നത്. അതായത് ഓൾ റിലയബിൾ ടെസ്റ്റ് ആർ മേ ഓർ മേ നോട്ട് ബി വാലിഡ് എന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ ആണല്ലോ? സോ ഇതും നന്നായിട്ട് അറിഞ്ഞു വെക്കണം, പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വൈ പോർട്ട്ഫോളിയോ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ലേണേഴ്സ്? എന്തുകൊണ്ടാണ് പോർട്ട്ഫോളിയോ ഇമ്പോർട്ടൻ്റ് ആയത്? സോ പോർട്ട്ഫോളിയോസിനെ കുറിച്ചും പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പോർട്ട്ഫോളിയോസിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കണം. അപ്പോൾ എന്താണ് പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളുടെ ഓരോരോ കളക്ഷൻസ് അല്ലേ, കുട്ടികളുടെ ഇപ്പോൾ അക്കാഡമിക്കലി ഉള്ള കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നോൺ അക്കാഡമിക്കലി ഉള്ള കാര്യങ്ങളായിക്കോട്ടെ, അതിനൊക്കെ ഡിഫറെൻറ്റ് പേരുണ്ട്. അപ്പോൾ ആ ഒരു കുട്ടികളുടെ ചെയ്ത വർക്കിനെയൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നതാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ പോർട്ട്ഫോളിയോ ഈസ് എ ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ്. ഒരു അസസ്മെൻ്റ് ആണ്. കാരണം ആ ഒരു കുട്ടിയുടെ ഒരു പോർട്ട്ഫോളിയോ കാണുന്ന സമയത്ത് ആ കുട്ടിനെ പറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കുട്ടി എങ്ങനെയാണ് അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. സോ പോർട്ട്ഫോളിയോ അങ്ങനെയാണ്. പോർട്ട്ഫോളിയോൻ്റെ ടൈപ്പ് ഉണ്ട്. വർക്കിംഗ് പോർട്ട്ഫോളിയോ ഉണ്ട്, ഷോക്കേസ് പോർട്ട്ഫോളിയോ ഉണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ അറിഞ്ഞു വെക്കാം. ഇനി അത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ സ്റ്റോറിങ് ഓൾ നീഡഡ് എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ് ആണോ, ഇറ്റ് ഈസ് കമ്പൾസറി പാർട്ട് ഓഫ് ലേണിംഗ് ആണോ, എൻഷുവർ ക്വാളിറ്റി ലേണിംഗ് ആൻഡ് ടു എൻഷുവർ ദ സ്റ്റുഡൻസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ആണോ, ഇറ്റ് ഈസ് പാർട്ട് ഓഫ് എൻ അസസ്മെൻ്റ് ആണോ? ഇപ്പം നമുക്കിവിടെ കൺഫ്യൂഷൻ വരുന്ന കാര്യം, ഇറ്റ് ഈസ് കമ്പൾസറി പാർട്ട് ഓഫ് ലേണിംഗ് തെറ്റാണ്, കമ്പൾസറി ഒന്നും അല്ല. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് എൻ അസൈൻമെൻറ്റ്, അത് ശരിയാണ്, പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആണോ? അല്ല. ഇനി ഇറ്റ് ഹെൽപ്സ് ഇൻ സ്റ്റോറിങ് ഓൾ നീഡഡ് എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, എൻഷുർ ക്വാളിറ്റി ലേണിംഗ് ആൻഡ് ടു എൻഷുർ സ്റ്റുഡൻസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ ഏതാണ് കുറച്ചുകൂടെ നല്ല ഓപ്ഷൻ എന്നാണ് നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടും ഒന്നുകൂടെ വായിക്കുക, ഏതാണ് കുറച്ചുകൂടെ നല്ല ഓപ്ഷൻ എന്ന് മനസ്സിലാക്കുക. സോ ഇവിടുത്തെ നല്ല ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ് അല്ലേ? കാരണം ഇറ്റ് ഹെൽപ്സ് ഇൻ സ്റ്റോറിങ്, ജസ്റ്റ് അത് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണോ അല്ലെങ്കിൽ ക്വാളിറ്റി ലേണിംഗ് എൻഷുർ ചെയ്യാന്നാണോ? എന്താണ് കുറച്ചുകൂടെ നല്ല ഒരു പോർട്ട്ഫോളിയോൻ്റെ നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്, എൻഷുർ ക്വാളിറ്റി ലേണിംഗ് ആൻഡ് ടു എൻഷുർ ദ സ്റ്റുഡൻസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് മെമ്മറി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇത് ഞാൻ പലതവണ പറഞ്ഞതാണ്, പക്ഷെ ഒന്നുകൂടെ അറിഞ്ഞു വെക്കണം. ഇപ്പോൾ എക്സാം ഒക്കെ ആയ സ്ഥിതിക്ക് ഒരു റിവിഷൻ പോലെയോ അല്ലെങ്കിൽ അറിയാത്ത സ്റ്റുഡൻസിനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. സോ നമുക്ക് 3 ടൈപ്പ് ഓഫ് മെമ്മറിയാണുള്ളത്. സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഒരു തവണ എക്സാമിന് ചോദിച്ചത് ഷോർട്ട് ടേം മെമ്മറിൻ്റെ എത്ര സെക്കൻഡ് നമ്മുടെ ആ ഒരു കാര്യം നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിലോട്ട് നിൽക്കും എന്നൊരു ക്വസ്റ്റൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് 15 to 30 സെക്കൻഡ് ആണ്. ഓക്കെ, 15 to 30 സെക്കൻഡ് ആണ്. അങ്ങനെ ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലുള്ള ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ മെമ്മറി ആയിട്ട് ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് അറിയേണ്ട കാര്യം, ലോങ് ടേം മെമ്മറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് എക്സ്പ്ലിസിറ്റ് മെമ്മറിയും ഒന്നെന്താ ഇംപ്ലിസിറ്റ് മെമ്മറിയും. ഓക്കെ, എക്സ്പ്ലിസിറ്റ് മെമ്മറിയും ഇംപ്ലിസിറ്റ് മെമ്മറിയും. എക്സ്പ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ കോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ടാണ് എക്സ്പ്ലിസിറ്റ് മെമ്മറി, അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിൽക്കുന്ന ഒരു മെമ്മറിയാണ് എക്സ്പ്ലിസിറ്റ് മെമ്മറി. ഇംപ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ അൺകോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അൺകോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ എക്സ്പ്ലിസിറ്റ് മെമ്മറിനെ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് എപ്പിസോഡിക് മെമ്മറിയും പിന്നെന്താ ഒന്ന് സിമാൻറ്റിക് മെമ്മറിയും. എപ്പിസോഡിക് മെമ്മറിയും സിമാൻറ്റിക് മെമ്മറിയും. ഇനി ഈ ഒരു എക്സ്പ്ലിസിറ്റ് മെമ്മറി, ഇംപ്ലിസിറ്റ് മെമ്മറി, അതിൽ എക്സ്പ്ലിസിറ്റ് മെമ്മറിനെ തന്നെ ഡിക്ലറേറ്റീവ് മെമ്മറി എന്നും പറയാറുണ്ട് കേട്ടോ. ഡിക്ലറേറ്റീവ് മെമ്മറി ആൻഡ് ഇംപ്ലിസിറ്റിനെ നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി എന്നും പറയാറുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പോൾ എപ്പിസോഡിക് മെമ്മറി, സിമാൻറ്റിക് മെമ്മറി. അതിൽ എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എപ്പിസോഡിക് മെമ്മറിയിൽ വരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ, മീനു റീകോൾസ് ദ ബൈസൈക്കിൾ ആക്സിഡൻറ്റ് അക്കേർഡ് 10 years ബാക്ക് ഡ്യൂറിങ് ദ വിസിറ്റ് ടു കൊടൈക്കനാൽ. അവൾ കൊടൈക്കനാലിൽ പോയ സമയത്ത് 10 വർഷം മുൻപ് ഇവിടെ നിന്നും ആക്സിഡൻ്റ് ആയിട്ടുള്ള ആ ഒരു കാര്യം അവൾക്ക് ഓർമ്മ വന്നു. സോ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഹർ പേഴ്സണൽ ലൈഫ് അല്ലേ? പേഴ്സണൽ ലൈഫായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എപ്പിസോഡിക് മെമ്മറിയാണ്. എന്താണ്? എപ്പിസോഡിക് മെമ്മറിയാണ്. അപ്പോൾ ഇത് കുറേ വർഷം മുൻപുള്ള കാര്യങ്ങൾ മാത്രമല്ല. ഇപ്പം ഇന്നത്തെ കാര്യം ചോദിക്കുവാണെങ്കിൽ ഇന്ന് നീ രാവിലെ എന്താണ് ഫുഡ് കഴിച്ചത്, അല്ലെങ്കിൽ നിന്റെ കഴിഞ്ഞ കേട്ടറ്റ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിനക്ക് 10ാം ക്ലാസ്സിൽ എത്ര മാർക്കാണ് കിട്ടിയത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് അറിയും.
അല്ലേ? അപ്പോൾ അതൊക്കെ എപ്പിസോഡിക് മെമ്മറിയിൽ വരുന്നതാണ്. ഇനി സിമാൻറ്റിക് മെമ്മറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ജനറൽ നോളജ് ആണ്. ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എപ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ റിപ്പബ്ലിക് ആയത് എപ്പോഴാണ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ രാജ്യം ഏതാണ്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ജനറൽ നോളജ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മെമ്മറിയാണ് സിമാൻറ്റിക് മെമ്മറി. ഇനി ഇംപ്ലിസിറ്റ് മെമ്മറിൻ്റെ ഇവിടെ കണ്ടോ, ഇനിയൊരു പ്രൊസീജിയറൽ മെമ്മറി എന്നുള്ളൊരു കാര്യമുണ്ട്, ഓപ്ഷനെ. സോ ഇംപ്ലിസിറ്റ് മെമ്മറിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണ് പ്രൊസീജിയറൽ മെമ്മറി. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുമ്പോൾ അൺകോൺഷ്യസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ ചെയ്തു പോവുകയാണ്. ചില കാര്യങ്ങൾ അൺകോൺഷ്യസ്ലി നമ്മൾ ചെയ്യുന്നു. ഇപ്പോൾ ഒരു ബൈക്ക് ഓടിക്കുവാണെന്ന് വെച്ചാൽ ബൈക്കിൽ നമ്മൾ ആക്സിലേറ്റർ അവിടെ കൂട്ടുന്നുണ്ട്, ബ്രേക്ക് പിടിക്കുന്നുണ്ട്, അല്ലേ, നമ്മളവിടെ സ്ലോ ആക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കോൺഷ്യസ്ലി അപ്പോൾ കോൺഷ്യസ്ലി ചെയ്യുന്നതാണോ? അല്ല, നമ്മൾ അറിയാതെ ഇങ്ങനെ ചെയ്തു പോകുന്നതാണ്. സോ അതാണ് പ്രൊസീജിയറൽ മെമ്മറിയിൽ വരുന്നത്. അപ്പോൾ ഈ മെമ്മറിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കണം. അടുത്തൊരു ക്വസ്റ്റൻ ആണ്, രാജു മെയ്ഡ് എ മീനിങ്ഫുൾ വേർഡ് ബൈ കമ്പയറിംഗ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് 5 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഫോർ മെമ്മറൈസേഷൻ ഓഫ് ദാറ്റ് സ്റ്റേറ്റ്സ്. ആ സ്റ്റേറ്റ് പഠിക്കാനായിട്ട്, ഒരു 5 സ്റ്റേറ്റ്സ് പഠിക്കാനായിട്ട് ആ 5 സ്റ്റേറ്റിൻ്റെയും ഫസ്റ്റ് ലെറ്റേഴ്സ് ഉണ്ടല്ലോ, ആ ഫസ്റ്റ് ലെറ്റേഴ്സ് എല്ലാതും കൂടെ പഠിക്കുന്നു. സോ സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ടേം ഫോർ ദിസ് ടെക്നിക്. നമുക്ക് മെമ്മറി ആൻഡ് ഫോർഗെറ്റിംഗ് എന്നുള്ളൊരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. റിമെമ്പറിങ് ആൻഡ് ഫോർഗെറ്റിംഗ്, മെമ്മറി ആൻഡ് ഫോർഗെറ്റിംഗ് എന്നുള്ളൊരു ഭാഗം പഠിക്കാനായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ മെമ്മറിയിൽ വരുന്ന ഒരു സംഭവമാണ് നമുക്ക് എങ്ങനെയൊക്കെ ഓർത്തെടുക്കാം, നമുക്ക് പഠിക്കുന്നത് എങ്ങനെയൊക്കെ ഓർത്തെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്നതാണ് ഈ ന്യൂമോണിക്സ് ആയിക്കോട്ടെ, അക്രോണിംസ് ആയിക്കോട്ടെ, അക്രോസ്റ്റിക്സ് ആയിക്കോട്ടെ, റൈമിംഗ് ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, 5 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് പഠിക്കാനായിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സിന് മാത്രം പഠിച്ചു വെച്ചിരിക്കുകയാണ്, അതിന് ഒരുമിച്ച് പഠിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കിൻ്റെ പേരെന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഞാൻ പറയാം, ഏതാണ്, അക്രോണിമാണ്. അക്രോണിമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ജസ്റ്റ് എല്ലാത്തിനെയും കൂടി ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. അക്രോണിമാണ് ആൻസർ. സോ അക്രോണിം എന്ന് പറയുമ്പോൾ ഈ പറയുന്നത് പോലെ തന്നെയാണ്. ഇപ്പോൾ കണ്ടോ, PTSD എന്ന് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്താ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആണ്. അപ്പോൾ നമുക്ക് ഈ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് കാണാതെ ചിലപ്പോൾ പഠിക്കാൻ എളുപ്പമായിരിക്കില്ല. അപ്പോൾ നമ്മൾ PTSD എന്ന് പഠിക്കുന്നു. എന്നിട്ട് ഓപ്ഷനിൽ കാണുന്ന സമയത്ത് നമുക്ക് PTSD അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാം. അതായത് PTSD എന്നായിരിക്കില്ല ഓപ്ഷനിൽ, അങ്ങനെയുള്ള സംഭവം അത് നമുക്ക് ഫസ്റ്റ് ലെറ്റേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി നമ്മുടെ മൈൻഡിൽ നിന്നും നമുക്ക് അതിനെടുക്കാനായിട്ട് സാധിക്കും. പഠിക്കുന്ന സമയത്ത് PTSD എന്ന് പഠിക്കുന്നു, പിന്നെ നമുക്ക് മൈൻഡിൽ നിന്നും നമ്മളതിനെ എന്താണെന്നുള്ളൊരു കാര്യം എടുക്കുന്നു. പിന്നെ APA സ്റ്റൈൽ നമ്മൾ പറയാറുണ്ട്, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ആണ്. ഇനി CBT എന്ന് പറയാറുണ്ട്, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യമാണ് അക്രോണിമിൽ വരുന്നത്. പിന്നെ ന്യൂമോണിക്സ് എന്ന് പറയുമ്പോൾ അതൊരു ജനറൽ ആയിട്ടുള്ളൊരു ടേമാണ് ന്യൂമോണിക്സ് പറയുന്നത്. അതിലാണ് ആക്ച്വലി ഈ അക്രോസ്റ്റിക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി കണ്ടോ, അക്രോസ്റ്റിക്സ് ഈസ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ന്യൂമോണിക് ഡിവൈസ് യൂസ്ഡ് ടു എയ്ഡ് ദ മെമ്മറി ആൻഡ് ഇൻഫോർമേഷൻ റിട്രീവൽ ബൈ ക്രിയേറ്റിംഗ് എ മെമ്മറബിൾ സെൻറ്റൻസ് ഓർ ഫ്രേസ് ഇൻ വിച്ച് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ഈച്ച് വേർഡ് കറസ്പോണ്ട്സ് ടു ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ഐറ്റംസ് വൺ നീഡ് ടു റിമെമ്പർ. അതായത് ഇപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് മറ്റേതാണ്, അതായത് നമ്മുടെ ഗാഗ്നയുടെ 8 ടൈപ്പ് ഓഫ് ലേണിംഗ് ഉണ്ടല്ലോ, അതിൽ നമ്മുടെ സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, വെർബൽ ചെയിനിങ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ഓർഡറിൽ പഠിക്കാനായിട്ട് വേറൊരു സെൻറ്റൻസ് മെമ്മറബിൾ, അത് നമുക്ക് ഇത് കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. അതായത് ഈ സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് പകരം ഞാൻ ഇപ്പോൾ പഠിക്കാനായിട്ട് യൂസ് ചെയ്തൊരു സംഭവമാണ് നമ്മുടെ മറ്റേ സീതേ ചാടിവ അല്ലേ, സീതേ ചാടിവ മരത്തിന്മേൽ കയറി പൂ പറിക്കാം എന്നുള്ളൊരു സെൻറ്റൻസ്. അപ്പോൾ ഇത് നമുക്ക് പഠിക്കാൻ വലിയ കുഴപ്പമില്ല. സീതേ ചാടിവ മരത്തിന്മേൽ കയറി പൂ പറിക്കാം. ഈ ഒരു സെൻറ്റൻസ് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാനും അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനൊക്കെ എളുപ്പമാണ്. സീതേ ചാടിവ മരത്തിന്മേൽ കയറി പൂ പറിക്കാം. ഇനി നമ്മൾ ഇതിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള സംഭവം നമ്മൾ എടുക്കുവാണ്. അതായത് ഫസ്റ്റത്തെ സീതേ എന്ന് പറയുമ്പോൾ സിഗ്നൽ ലേണിംഗ്, അടുത്ത S എന്ന് പറയുമ്പോൾ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, CH എന്ന് പറയുമ്പോൾ ചെയിനിങ് അല്ലേ, ചെയിനിങ്, V എന്ന് പറയുമ്പോൾ വെർബൽ അസോസിയേഷൻ, M എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കേറി എന്ന് പറയുമ്പോൾ C ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, കേറി അല്ലേ. കേറി എന്ന് പറയുമ്പോൾ കോൺസെപ്റ്റ് ലേണിംഗ്, അടുത്ത് P എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ ലേണിംഗ്, ആൻഡ് ഫൈനൽ P എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ്. കണ്ടോ, അപ്പോൾ ഇങ്ങനെ പഠിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, അക്രോസ്റ്റിക് എന്ന് പറയുന്നത്. ഇങ്ങനെ പഠിക്കുന്നതിനെയാണ് അക്രോസ്റ്റിക് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റത്തെ റൈമിംഗ് ആണ്. റൈമിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ റൈമിംഗ് വേർഡ്സ് പോലെ ഇങ്ങനെ പഠിച്ചു വെക്കുന്നു, ക്യാറ്റ്, ഹാറ്റ്, ബാറ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ പഠിച്ചു വെക്കുന്നു. അതിനെയാണ് റൈമിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഓപ്പറാൻഡ് കണ്ടീഷനിങ് പണിഷ്മെൻറ്റ് ഈസ്. അടുത്ത ഞാൻ ഒരു കാര്യം പറയുകയാണ്,
അതായത് ഇപ്പോൾ ഈ ഒരു റീഇൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും നമ്മുടെ സ്കിന്നറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഓപ്പറാൻഡ് കണ്ടീഷനിങ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡൗട്ടുള്ളൊരു കാര്യമായിരിക്കും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും പോസിറ്റീവ് പണിഷ്മെൻറ്റും ഒന്നല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ പോസിറ്റീവ് എന്നില്ല, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും സെയിം അല്ലേ എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം അത് സെയിം അല്ല. നമുക്ക് ഏതൊക്കെ പഠിക്കാനായിട്ടുണ്ട്? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് പഠിക്കണം, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് പഠിക്കണം. പോസിറ്റീവ് പണിഷ്മെൻറ്റ് പഠിക്കണം, നെഗറ്റീവ് പണിഷ്മെൻറ്റ് പഠിക്കണം. അപ്പോൾ ഇതിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ അതെന്താണ്? അത് നമ്മുടെ ബിഹേവിയറിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്ന ഒരു സംഭവമാണ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ആയാലും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ആയാലും രണ്ടും എന്താണ്? നമ്മുടെ ബിഹേവിയറിനെ ഇൻക്രീസ് ചെയ്യുന്നു, ഫെസിലിറ്റേറ്റ് ആണ് ചെയ്യുന്നത്. പക്ഷെ പണിഷ്മെൻറ്റ് അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ അത് ഹിൻഡർ ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിക്രീസ് ദ ബിഹേവിയർ എന്നാണ് പറയുന്നത്. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് ഞാനൊരു എക്സാമ്പിൾ പറയാം. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ആഡ് ചെയ്യാണ്, ഒരു പ്ലസൻറ്റ് സിറ്റുവേഷൻ നമ്മൾ ആഡ് ചെയ്യണം ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ബിഹേവിയർ. അതായത് ഞാനിപ്പോൾ ഒരു കുട്ടിയോട് ഗുഡ് എന്നുള്ളൊരു കാര്യം പറയുകയാണ്, അല്ലെങ്കിൽ നന്നായി എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടൊരു കാര്യം നമ്മൾ പറയുമോ അല്ലെങ്കിൽ ചെയ്യുമോ. ഇപ്പം മിഠായി കൊടുക്കുന്നു, ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അവന് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് അവന് മിഠായി കൊടുക്കുന്നു, പെൻസിൽ കൊടുക്കുന്നു, അതൊക്കെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു നല്ല കാര്യത്തിനായിട്ട് നമ്മളൊരു കാര്യം അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു. അത് കഴിഞ്ഞ തവണ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇങ്ങനെ ഡ്രഗ്സ് അടിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഒരു കുട്ടി, രാജു എന്ന് പറയുന്ന ഒരു കുട്ടി ഡ്രഗ്സ് അടിക്കുന്നില്ല. കാരണം അവനറിയാം അവൻ്റെ അച്ഛൻ ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. അവൻ്റെ അച്ഛൻ ഈ ഡ്രഗ്സ് അടിക്കുന്നില്ല എന്നുള്ളത് അവനറിയാം. അപ്പോൾ ഇത് ഞാൻ ഈ ഡ്രഗ്സ് അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വീട്ടിലത് പ്രശ്നമാവില്ലേ? കാരണം അച്ഛൻ അത് ചെയ്യാറില്ലല്ലോ. അപ്പോൾ അച്ഛൻ ഒരു നല്ല കാര്യത്തിനായിട്ട് അത് റിമൂവ് ആണ് ചെയ്തിരിക്കുന്നത്, അല്ലേ? അച്ഛൻ അവിടെ അത് ഒഴിവാക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. പക്ഷെ അതുകൊണ്ട് ഇവന് ദോഷമാണോ ഉണ്ടാവുന്നത്? അല്ല, നല്ലതാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് ഓൾസോ ഇൻക്രീസ് ദ ബിഹേവിയർ. ആണല്ലോ. അപ്പോൾ ഇത് രണ്ടും പോസിറ്റീവാണ്, ഇത് രണ്ടും നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി പോസിറ്റീവ് പണിഷ്മെൻറ്റും നെഗറ്റീവ് പണിഷ്മെൻറ്റും തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല. പോസിറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ തല്ലുന്നു, അടിക്കുന്നു, അവിടെ ആഡാണ് ചെയ്യുന്നത്. ഒരു കാര്യം കൊടുക്കുന്നു, തല്ലുന്നു, അടിക്കുന്നു, വഴക്ക് പറയുന്നു ഇൻ ഓർഡർ ടു ഡിക്രീസ് ദ ബിഹേവിയർ. ആ കുട്ടിൻ്റെ ഇങ്ങനെ പണിഷ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നല്ലതാണോ ഉണ്ടാവുന്നത്? ഒരിക്കലും അല്ല, ഡിക്രീസ് ദ ബിഹേവിയർ ആണ്. ഇനി നെഗറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം റിമൂവ് ചെയ്തിട്ട് അതും അവൻ്റെ ബിഹേവിയറിനെ ഹിൻഡറിങ് ആണ് ചെയ്യുക. ഇപ്പോൾ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ചെയ്യുവാണ് ടി വി ഓഫ് ചെയ്യുന്നു, അല്ലെങ്കിൽ ടി വി നമ്മൾ മാറ്റുന്നു, മൊബൈൽ അവൻ്റെ നിന്ന് മാറ്റുന്നു, അല്ലെങ്കിൽ നീ ഇപ്പോൾ വന്നില്ലെങ്കിൽ ഞാൻ നിനക്ക് അറ്റൻഡൻസ് തരില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവനത് പിന്നെയും ചെയ്യാനാണ് ടെൻഡൻസി ഉണ്ടാവുള്ളൂ, അല്ലാതെ നല്ലതുപോലെ പറഞ്ഞ് മനസ്സിലാക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നെഗറ്റീവ് പണിഷ്മെൻ്റ് ആണ്. നമ്മളൊരു കാര്യം റിമൂവ് ചെയ്യുന്നു, പക്ഷെ അത് അവൻ്റെ ബിഹേവിയറിന് നല്ലതാണോ? അല്ല. അപ്പോൾ അതിനെയാണ് നെഗറ്റീവ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. സോ ഈ 4 കാര്യം അറിഞ്ഞു വെക്കണം. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഓപ്പറാൻഡ് കണ്ടീഷനിങ് പണിഷ്മെൻറ്റ് ഈസ് കോൺസിക്വൻസസ് ദാറ്റ് ഇൻക്രീസ് ദ ബിഹേവിയർ ആണോ? അല്ല. ഇനി ന്യൂട്രൽ ഇൻ നേച്ചർ ആണോ? അല്ല. നോൺ എസ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ആണോ? അല്ല. ഇനി എന്താ? കോൺസിക്വൻസസ് ദാറ്റ് ഡിക്രീസ് ദ ബിഹേവിയർ ആണ്. സോ പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അത് ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ആണല്ലോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും താഴെ കമൻറ്റ് ചെയ്യാം. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഇത് ഞാൻ പല തവണയായിട്ട് പറഞ്ഞതായിരിക്കാം, പക്ഷേ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതുപോലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? താഴെ കമൻറ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. സോ ഇവിടെ നമ്മുടെ കേട്ടറ്റിൻ്റെ 1, 2, 3 and 4 ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത കേട്ടറ്റ് ലക്ഷ്യമിടുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് ഒരു പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 8589083568 എന്നുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക. ആൻഡ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. ആൻഡ് ഓൾറെഡി ഓൾസോ എന്ത് ചെയ്യുക? നിങ്ങളുടെ നിങ്ങളുടെ കമൻറ്റ് താഴെയും കൂടെ ഒന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുകയും കൂടെ ചെയ്യുക. ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.